പ്രാക്ടീസ് തുടങ്ങാൻ നേരമായിരുന്നു, ആരെയും കാണുന്നില്ലല്ലോ. അതെങ്ങനെ വീട്ടിൽ ഇറങ്ങാൻ പറ്റണ്ടേ? എല്ലാം അണിയും ചേർത്ത് വീട്ടിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അങ്ങേക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് ഇറങ്ങാൻ നേരത്തെ ഇവിടെ ഒന്ന് കൊണ്ടുവരണമെങ്കിൽ അങ്ങേക്ക് കാലി പിടിക്കും. ആയ കാലത്ത് വല്ല ഡ്രൈവിങ്ങും പഠിച്ചാൽ മതിയായിരുന്നു. ലൈസൻസ് ഉണ്ടെങ്കിലും നമ്മളീ പലർക്കും താക്കോലിട്ട് നടക്കാനേ യോഗമല്ലോ. എന്ത് പറയാനാ, വീട്ടിലായാലും പള്ളിയിലായാലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം. അത് പിന്നെ പറയണം. പ്രായത്തെ വിധ ചുറുചുറുക്കും സൗന്ദര്യമുള്ള നമ്മളായിരിക്കും. ഏതെങ്കിലും ഒരു പരിപാടി വന്നിട്ട് അച്ഛൻ്റെ ഒരു വിളിയുണ്ട്, മാതൃസമാജ പ്രസിഡന്റിന് ചേച്ചിയെ ഒരു പരിപാടിയുണ്ട്, കുറച്ച് ആളെ സംഘടിപ്പിക്കണേ. അപ്പോൾ പ്രസിഡന്റ് ഒരു മെസ്സേജ് ഗ്രൂപ്പിലിടും. അത് കേൾക്കേണ്ട താമസം അമ്മമാർ ഉടുത്തൊരുങ്ങി ഒരു ഓടി വരും. എന്നാൽ അപ്പന്മാർ വിരലിൽ എണ്ണാവുന്നതുപോലെ 3-4 പേര് കാണും. പെരുന്നാൾ ഇനി എത്തി. നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും തകർത്തു. എത്രയൊക്കെ ആയാലും അച്ഛന് പോലും ചെയ്യുകാരുണ്ട്. അവരെ പാട്ട് പഠിപ്പിക്കുന്നു, മന്തി വാങ്ങിച്ചു കൊടുക്കുന്നു, മീറ്റിങ്ങോടെ മീറ്റിംഗ്. അമ്മമാര് സമ്മാനം വാങ്ങിച്ചു വരുമ്പോൾ മാത്രം അവര് സൂപ്പർ. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അതിയാനി ഒരു ചോദ്യം, എവിടെയായിരുന്നു ഇത്രയും നേരം? ഇതൊക്കെ ഓർക്കുമ്പോഴാണ് എന്തൊരു സുഖമായിരുന്നു കല്യാണത്തിന് മുമ്പുള്ള ആ കാലം. അമ്മ വെച്ചു വിളമ്പി തരുന്നു, നമ്മൾ കഴിച്ചിട്ട് ആരും പാടി നടക്കുന്നു. അന്ന് നമ്മളൊക്കെ കണ്ടാൽ പെരുന്നാളും ആ പള്ളിപ്പോക്കൊക്കെ എന്തോ രസമായിരുന്നു. അന്നാണ് ഞാൻ ജോസേട്ടിനെ ആദ്യമായിട്ട് കാണുന്നത്. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അന്നാവളെ വരവിന് കാരണം അവളുടെ പരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഒടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചിൽ ബാൻഡടി മേളം. അന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ കെട്ടിയവന്മാർക്ക് എന്തൊരു സ്നേഹമായിരുന്നു. ഐ ലവ് യു പറഞ്ഞത് അന്ന് കേട്ടതാ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ക്രിസ്മസിൻ്റെയാണ് നമ്മുടെ അച്ഛൻ പറയണമെന്നാ പറഞ്ഞ് ആരോടൊക്കെയോ പറയുന്നത് കേട്ടു.
മൊബൈൽ കാണുന്ന എന്റെ അച്ചായനാണെങ്കിൽ ചൂട് ചോറില്ലാതെ ഉച്ചയൊന്നും വയ്ക്കില്ല. എവിടെ പോയാലും കൃത്യസമയത്ത് തന്നെ വീട്ടിലെത്തണം. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ട്രസ്റ്റിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ദിവസത്തെ പ്രാർത്ഥന അതൊക്കെ നല്ല മാതാവേ മരിയേ നിർമ്മലനായ പിതാവേ നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ മുമ്പിടുന്നേ. നല്ല മാതാവേ മരിയേ നിർമ്മലനായ കുറച്ച് താമസിച്ചു പോയി കേട്ടോ, ക്ഷമിക്കണം. ഇന്ന് ബാങ്കിൽ ഭയങ്കര പണിയായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇനി വീട്ടിൽ ചെന്നാൽ ഇതിൽ കൂടുതൽ പണികളുള്ളതാ. പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം. വാ, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അയ്യോ, വീട്ടിൽ നിന്നാണെന്നൊന്ന് വിളിക്കുന്നു. 7 മണിയായില്ലേ? അച്ഛൻ 7 മണിക്ക് തന്നെ ചപ്പാത്തി കൊടുക്കേണ്ടതാ. ഷുഗർ ഉള്ളതല്ലേ? അത് ഇന്നത്തെ പ്രാക്ടീസ് മതി കേട്ടോ.